കഴിഞ്ഞ പാർട്ടിൽ സൂറത്തുൽ യാസീൻ്റെ 10 ആയത്തുകൾ വളരെ ലളിതമായി നമ്മൾ പറഞ്ഞു പോയതാണ്. അതിൻ്റെ ബാക്കിയാണ് ഇവിടെ പറയുന്നത്. ഏകദൈവത്വത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവിനെ ഭയക്കാതിരിക്കുകയും ചെയ്യുന്ന അഹങ്കാരികളെ എത്ര തന്നെ ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്ന് അള്ളാഹു പ്രവാചകനോട് പറയുകയുണ്ടായി. അത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇനി എങ്ങനെയുള്ളവരെ താക്കീത് ചെയ്യണം, ആർക്കാണ് ഉപകരിക്കുക എന്നാണ് പറയുന്നത്. താങ്കളുടെ താക്കീത് ഉപകരിക്കുക ഉത്ബോധനം പിൻപറ്റുകയും ദയാപരനായ അള്ളാഹുവെ കാണാതെ തന്നെ ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ്. അതിനാൽ അവരെപ്പോലെയുള്ളവരോട് പാപമോചനത്തെ പറ്റിയും ഉദാരമായ പ്രതിഫലത്തെയും പറ്റിയുള്ള സന്തോഷവാർത്ത അറിയിക്കുവാനാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഏതർത്ഥത്തിലും പ്രബോധനം നിർവഹിക്കുന്നത് ഒരിക്കലും ഫലമില്ലാത്തൊരു ഏർപ്പാടല്ല. പ്രബോധിതരിൽ തികഞ്ഞ ധിക്കാരികളും നിഷേധികളും ഉള്ളതിനോടൊപ്പം നല്ല ഉപദേശം സ്വീകരിക്കുന്നവരും സന്മാർഗം അവലംബിക്കുന്നവരുമായ ദൈവദാസന്മാരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? ഈ രണ്ടാം വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ ധിക്കാരമൊന്നുമില്ലാതെ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന നല്ലവരായ ആളുകൾ. ദുർവാശിക്കാരെ ഉപേക്ഷിച്ച് പറഞ്ഞ നല്ല ആളുകളിലേക്ക് കണ്ടെത്തി അവരോട് സന്മാർഗം നിർദ്ദേശിച്ച് ആ ദൗത്യവുമായി മുന്നോട്ട് പോകാനാണ് അള്ളാഹു നബിയോട് പറയുന്നത്. നിശ്ചയമായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അവ ചെയ്തു കൂട്ടിയതും അവയുടെ അനന്തരഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളും നാം വ്യക്തമായ ഒരു രേഖയിൽ ചേർത്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും മരണശേഷം നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ എല്ലാ വ്യക്തികളുടെയും എല്ലാ കർമ്മങ്ങളുടെയും രേഖ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അള്ളാഹു നല്ലതാവട്ടെ ചീത്തതാവട്ടെ അവർക്ക് പ്രതിഫലങ്ങൾ നൽകുന്നത്. അതിന് ഉദാഹരണം എന്ന നിലയിലാണ് അള്ളാഹു ഒരു നാട്ടുകാരുടെ കഥ പറഞ്ഞു കൊടുക്കാൻ നബിയോട് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ ദൈവദൂതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാതെ മുൻകഴിഞ്ഞു പോയവർക്ക് മറ്റ് പ്രവാചകന്മാരെ ഇറക്കി കൊടുത്ത സന്ദർഭം വിവരിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നാം അവരുടെ അടുത്തേക്ക് 2 ദൈവദൂതന്മാരെ അയച്ചു എന്നാണ്. അപ്പോൾ എന്ത് ചെയ്തു? 2 പേരെയും ആ ജനം എന്ത് ചെയ്യാൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. വീണ്ടും 3-മതൊരാളെ അയച്ച് അവർക്ക് പിൻബലമേകാൻ ശ്രമിച്ചു. പക്ഷേ അവർ ആവർത്തിച്ച് എന്താ പറയുന്നത്? ഞങ്ങൾ ആ പ്രവാചകന്മാരൊക്കെ ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ്, ദൈവത്തിൻ്റെ ദൂതന്മാരാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവരെന്ത് ചെയ്യാണ്? അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാതെ നിൽക്കുകയാണ്. സത്യനിഷേധത്തിൻ്റെ പാതയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ ജനം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെ വെറും മനുഷ്യർ മാത്രമാണ്, ദൈവം ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കള്ളം പറയുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യരിൽ പെട്ടവരായ നിങ്ങളെങ്ങനെ ദൈവത്തിൻ്റെ ദൂതന്മാരാവുമെന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ അതിന് മറുപടിയായിട്ട് എന്താണ്? ഞങ്ങളുടെ നാഥനറിയാം, ഉറപ്പായും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൈവദൂതന്മാരാണ് ഞങ്ങളെന്നാണ് പ്രവാചകർ പറയുന്നത്. അപ്പോൾ അവരുടെ സന്ദേശം, അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊരു ഉത്തരവാദിത്വവും ഈ പ്രവാചകന്മാർക്കില്ല. നമ്മളെ ബലം പ്രയോഗിപ്പിച്ച് ബലത്തോട് കൂടിയിട്ട് ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു
ഉത്തരവാദിത്തമൊന്നും പ്രവാചകരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല അള്ളാഹു. ആകെ എന്താണ്, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് മാത്രമേ പ്രവാചകന്മാരുടെ കടമയായിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമായിട്ടുള്ളൂ. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ സന്ദേശം വ്യക്തമായി അറിയിക്കുക എന്നല്ലാതെ അതിൽ കവിഞ്ഞ ഉത്തരവാദിത്തം ഒന്നും ഞങ്ങൾക്കില്ല. ലോകരക്ഷിതാവ് ജനവിഭാഗത്തിന് എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെടുത്തിയ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമാണ് പ്രവാചകന്മാരുടെ കടമ. അത് സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ജനങ്ങൾക്കുണ്ട്. അപ്പോൾ എന്താണ്, ബലം പ്രയോഗിച്ചിട്ട് അത് അംഗീകരിക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ രീതിയല്ല, ഇസ്ലാമിൻ്റെ രീതിയല്ല. ഇന്ന് പലപ്പോഴും പല സ്ഥലത്തും കേൾക്കുന്ന രീതിയാണ് ബലം പ്രയോഗിച്ച് മതം അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. ഒരിക്കലും ഈ ആയത്തുകളിൽ നിന്ന് തന്നെ, യാസീനിലുള്ള 17-ാമത്തെ ആയത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ബലം പ്രയോഗിച്ച് ഒരാളെ മതം സ്വീകരിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ രീതിയല്ല. ഒരിക്കലും ഇസ്ലാം അങ്ങനെ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു നൽകിയിട്ടുള്ള സന്ദേശം, നിങ്ങൾ ഈ സന്ദേശങ്ങൾ അവരിൽ എത്തിക്കുക എന്ന് മാത്രമാണ്. ഏകദൈവത്തിനെ പറ്റി, ദൈവത്തിൻ്റെ കാരുണ്യത്തെയും ശിക്ഷകളെയും പറ്റിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഇത്രയും മാത്രമേ കടമയായിട്ട് പ്രവാചകന്മാരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതിലപ്പുറം ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. കേവലം മനുഷ്യർക്ക് പ്രവാചകന്മാരാവാനുള്ള കഴിവില്ല, അതൊരിക്കലും സാധ്യമല്ലെന്ന വാദം നിഷേധികളായ പല സമൂഹങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം അല്ല അത് ഉയർത്തിയിട്ടുള്ളത്. മുന്നേ പല പ്രവാചകന്മാരോടും ഉയർത്തിയിട്ടുള്ളൊരു ആശയമാണത്, നിങ്ങൾ വെറും മനുഷ്യരാണ് എന്നുള്ള കാര്യം. മക്കയിലെ അവിശ്വാസികളുടെ നിലപാടും ഇത് തന്നെയായിരുന്നു. എന്നാൽ അള്ളാഹു എല്ലാ കാലത്തും മനുഷ്യന് മാർഗദർശനം നൽകാൻ മനുഷ്യരെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പ്രബോധന രീതി അങ്ങനെയാണ്.